യാദവാഹിനിക്കറിയാം. എന്നാ കൊണ്ട് പിടിച്ചോ. അക്കരെ നിക്കണ ചക്കരമാവിലൊരിത്തിരി മുന്തിരി കിങ്ങിണി കെട്ടി ചെറു ചെറു കൂടുകൾ കൂടുകൾ കൂട്ടി പറവുകളായി പല വഴി കിതച്ചെത്തും കാറ്റേ കൊതിച്ചുപ്പും കാറ്റേ ചിങ്കിടി ചിക്ക. കള്ളൻ കള്ളനാ? മിണ്ടരുത് ഇവിടെ. നിന്റെ അച്ഛൻ നാളെ നോക്കി നടക്കണം. എവിടെയാണോ വിഗ്രഹം? എവിടെയാണോ? അത് അമ്പലത്തിലല്ലേ സാർ. കിടന്ന കാറില്ലേ എന്റെ അളിയനെ അവിടെ പോലീസ് പിടിച്ച്. എന്താടി അവിടെ ആരാ? പുള്ളിനാട്ടിലെ പിടികിട്ടാപ്പുള്ളിയായ ആ കള്ളനെ കാണാൻ പാതിരാത്രിയിലും നാട്ടുകാർ വന്നു. നാട്ടുകാർ മാത്രമല്ല, വീട്ടുകാരും. ചോദിക്കടാ, പെണ്ണ് കേസൊന്നുമില്ലടോ. അല്ലാതെ എന്ത് കേസ്? അമ്മമാർക്കൊക്കെ മോഷിക്കേണ്ട ആണ് കേസ്. പോയി പണി നോക്കി. അങ്ങനെ പ്രശ്നക്കാരനൊന്നുമല്ല, ഇദ്ദേഹത്തിന്റെ മകനാണ്. എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാ. ഇവനായോണ്ട് പിന്നെ വിളിച്ചു പറയാനും നിന്നില്ല, നേരെ ഇങ്ങ് പോരുമായിരുന്നു. അത്രയ്ക്കൊന്നും മധു സാറ് പറയണ്ട. ഇതാ റാവുത്തറും തോമസും ആള് മാറി പിടിച്ചുകൊണ്ട് വന്നാ. ഇപ്പൊ തന്നെ വിട്ടേക്കാം. ശരി, കൊണ്ടുപോയിക്കോ. എന്നാലും ബിനീഷ് എന്തിനാ രാത്രി പുറത്തേക്ക് ഇറങ്ങിയത്? അവനോട് തന്നെ ചോദിക്ക്. എന്തിനാ നീ പുറത്തേക്ക് ഇറങ്ങിയത്? പേടിക്കണ്ട, സത്യം പറഞ്ഞു. വെറുതെ മൂത്രമൊഴിക്കാൻ ഇറങ്ങിയെന്നൊന്നും പറയാൻ നിൽക്കണ്ട. നേരത്തെ ഞങ്ങളോട് പറഞ്ഞ പോലെ ഞങ്ങൾ പറഞ്ഞേക്ക്. എന്തിനാ പുറത്തിറങ്ങിയെന്ന്? ഞാൻ ഒരു സിഗരറ്റ് വലിക്കാൻ പുറത്തിറങ്ങിയതാ. ഞാൻ ഒരു സിഗരറ്റ് വലിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയതാ. പോയിക്കോ. ശരി സാർ. ഒന്നും കുഴപ്പമില്ല. കാണാം. ശരി, ഓക്കെ സാർ. ആ രാത്രി ഒന്ന് ഇരുട്ടി വെളുത്തപ്പോൾ എന്നേക്കുമായി 2 മാറ്റങ്ങളാണ് പുള്ളിനാട്ടിൽ സംഭവിച്ചത്. അതിലൊന്ന്, എവിടുന്ന് വേണമെങ്കിലും വലിക്കാവുന്ന സിഗരറ്റ് ലൈസൻസ് ഞാൻ കൈവരിച്ചു. മറ്റൊന്ന്, മേൽപ്പറഞ്ഞ കാരണത്താൽ പിൽക്കാലത്ത് പുള്ളിനാട്ടുകാരാൽ ചാർത്തപ്പെട്ട ഒരു കുസൃതി പേരും ലഭിച്ചു: തീവണ്ടി.